ആരോഗ്യവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യവാണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് ക്യാൻസർ അവെയർനെസ് ഡേ കടന്നുപോയത്, ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് എംവിയ ക്യാൻസർ സെൻറ്ററിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോൺ ജെ ആലപ്പാട്ട്. ഡോക്ടറെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഈ ഒരു ക്യാൻസർ അവെയർനെസ് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോക്ടർ കുറേ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഡോക്ടറുടെ ഒരു ഷെഡ്യൂളുകൾ? ഒക്ടോബർ മാസം വളരെ ഒരു പ്രധാനപ്പെട്ട മാസമാണ് ക്യാൻസറിൻ്റെ ഒരു അവെയർനെസ് സംബന്ധിച്ച്. ബിക്കോസ് ഒക്ടോബർ മാസത്തിലാണ് പിങ്ക് ഒക്ടോബറും ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് മാക്സിമം നമ്മൾ നാട്ടുകാരുടെ ഇടയിൽ പുഷ് ചെയ്യാനും അതിനെപ്പറ്റി ബോധവൽക്കരണം നടത്താനും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മാസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്താണെന്ന് മനസ്സിലാക്കാനും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് എന്ത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാനും വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് ഈ പിങ്ക് ഒക്ടോബർ എന്ന മാസം. അതിൻ്റെ ഭാഗമായിട്ട് അവെയർനെസ് ക്ലാസ്സുകൾ, റാലികൾ, ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാം MVRൻ്റെ ഭാഗത്തും പല ക്യാൻസർ സെൻറ്ററിൻ്റെ ഭാഗത്തിനും പല ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളായിട്ടും നടത്തിയിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും ബ്രസ്റ്റ് ക്യാൻസർ ഫീമെയിൽസിൻ്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്യാൻസറാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് വളരെ സഹായം ചെയ്യും നമ്മുടെ സ്ക്രീനിങ് പ്രോഗ്രാം. അപ്പോൾ ആ രീതിയിലുള്ളൊരു ബോധവൽക്കരണം നമ്മൾ നടത്താനാണ് ഈ ഒരു ക്യാൻസർ അവെയർനെസ്, പ്രത്യേകിച്ച് ഈ പിങ്ക് ഒക്ടോബറിലും അതുപോലെ ക്യാൻസർ അവെയർനെസ് ഡേ ആയ ഇപ്പോൾ നമ്മുടെ ഈ നവംബറിൽ വരുന്നു, 7-ാം തീയതി ആയിരുന്നു നമ്മുടെ ആ ദിനാചരണം. ഈ രോഗത്തെക്കുറിച്ചുള്ള ശ്രദ്ധ വരുന്നതോടുകൂടി ഇതിൻ്റെ ഒരു തുടക്കഘട്ടത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു അനുഭവ സാക്ഷിയാണ്. ഡോക്ടറുടെയും അനുഭവം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അല്ലാതെ വേറെ പല ക്യാൻസറിനും സ്ക്രീനിങ് ഉണ്ട്. പക്ഷേ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിനെ പറ്റി ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. സ്ക്രീനിങ് എന്ന് വെച്ചാൽ നമ്മൾ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരെ ടെസ്റ്റ് ചെയ്ത് അസുഖത്തിൻ്റെ വളരെ തുടക്ക സമയത്ത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിലാണ് പോയിട്ട് നമ്മൾ ഈ സ്ക്രീനിങ് ക്യാമ്പുകൾ നടത്തുന്നത്. ഈ സ്ക്രീനിങ്ങിൻ്റെ മെയിൻ ഭാഗം എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ആ ക്യാമ്പിൽ പോയി പേഷ്യൻസിനെ എക്സാമിൻ ചെയ്യുന്നു. ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തടിപ്പോ മുഴയോ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മാമോഗ്രാം എന്ന് പറഞ്ഞ ഒരു സ്കാൻ എടുക്കുന്നു. അത് പോർട്ടബിൾ രീതിയിൽ ഇപ്പം നമ്മുടെ ഒരു ബസ്സുണ്ട്, MVRൻ്റെ ഒരു ബസ്സുണ്ട്. ആ ബസ് പല സ്ഥലങ്ങളിൽ റിമോട്ട് ഏരിയാസ്, നമുക്കിപ്പം ഈസി ആയിട്ട് ആക്സസിബിൾ അല്ലാത്ത ഏരിയാസ് ചിലപ്പോൾ കേരളത്തിലുണ്ടാവും. അവിടെ ഈ ബസ് പോയിട്ട് ആ ബസ്സിൽ വെച്ചിട്ടാണ് നമുക്ക് ഈ സ്ക്രീനിങ് മാമോഗ്രാം എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യുന്നത്. ഈ സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സ്കാനാണ്. ഈ സ്കാൻ ഒരു എക്സ്റേ പോലത്തെ ഒരു സ്കാനാണ്. ഈ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ആൾക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പം ക്യാൻസറിൻ്റെ തുടക്കം ബ്രസ്റ്റിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ സ്ക്രീനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യാൻസറിൻ്റെ വളരെ തുടക്ക സ്റ്റേജിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ തുടക്ക സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ എടുക്കേണ്ട ചികിത്സേൻ്റെ ഒരു ആഴം കുറയും. അപ്പോൾ നമുക്ക് ചികിത്സ എടുക്കുന്നത് കുറച്ചും കൂടി ഈസിയറാണ്. അത് ഈസിയർ ആവുമ്പം ചിലവും കുറയും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കണ്ടുപിടിക്കുന്ന അസുഖങ്ങളെല്ലാം ചികിത്സിച്ച് ഫുള്ളായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അതാണ് എല്ലാവരുടെയും പേടി. ഒരു ക്യാൻസർ വരുമ്പോൾ ഇതെനിക്ക് ഫുള്ളായിട്ട് മാറുമോ ഡോക്ടറെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് മാറാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ചികിത്സ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ പറ്റും. അതിനകത്ത് പഠനങ്ങൾ വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നേരത്തെ അസുഖം കണ്ടുപിടിച്ചാൽ കൂടുതൽ ജീവിതം നമുക്ക് ആൾക്ക് പ്രൊലോങ് ചെയ്യാനും പറ്റും. അപ്പം അവരുടെ സർവൈവൽ തന്നെ, അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ക്വാണ്ടിറ്റിയും നമുക്ക് കൂട്ടാൻ പറ്റും സ്ക്രീനിങ്. അപ്പോൾ അതിന് ബ്രസ്റ്റ് ക്യാൻസറിൽ ആ സ്ക്രീനിങ്ങിൻ്റെ ഒരു ലൈൻ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 45-50 വയസ്സിൻ്റെ ഇടയിൽ എല്ലാ ലേഡീസും ഒരു ബൈലാറ്ററൽ 2 ബ്രസ്റ്റിൻ്റെയും ഒരു സ്ക്രീനിങ് മാമോഗ്രാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
ഡോക്ടർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ഈ ഏർലി ഇൻ്റർവെൻഷൻ, പ്രത്യേകിച്ച് ഡിറ്റക്ഷനിലൂടെ ക്യൂർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ വേൾഡ് വൈഡ് കണക്കുകളും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ, ലോകമെങ്ങും ഈ ഏർലി ഡിറ്റക്ഷനിലൂടെ ആൾക്കാരുടെ ലോഞ്ചിവിറ്റി, അവരുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനും ക്യാൻസർ ചികിത്സ എടുക്കുന്നവരിൽ തന്നെ അവരുടെ ജീവിതം, മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് അവരെ കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞതായിട്ടുള്ള സാക്ഷ്യങ്ങൾ ലോകമെങ്ങുമുള്ള പഠനങ്ങളും സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ സ്ക്രീനിങ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്തനാർബുദത്തെക്കുറിച്ച് ഡോക്ടർ സൂചിപ്പിച്ചു. അതുകൂടാതെ സ്ത്രീകളിൽ തന്നെ വരുന്ന മറ്റ് ക്യാൻസർ രോഗങ്ങൾ ഏതൊക്കെയായിരിക്കും? നമുക്കൊരു ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഞാൻ ക്യാൻസറിൻ്റെ ഒരു കണക്ക്, ഇന്ത്യയിലത്തെ കണക്ക് 2022 റഫ് കണക്ക് പറയാമെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 14 ലക്ഷം പുതിയ കേസ്, ക്യാൻസറിൻ്റെ പുതിയ കേസുകൾ ഉണ്ടായിരുന്നു. ഈ ക്യാൻസർ കാരണം കൊണ്ട് ഒരു 9 ലക്ഷം ആൾക്കാർ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇത് WHO എന്ന് പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കാണ്. 2022 കണക്കാണ്, 2022 കണക്കാണ്. അതിനകത്ത് തന്നെ അവരൊരു കണക്കെടുത്ത് ഏത് ടൈപ്പ് ക്യാൻസറാണ് കോമൺ എന്ന് നോക്കിയപ്പോൾ, ആണുങ്ങളുടെ ഇടയിൽ ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ, വായിൽ വരുന്ന ക്യാൻസർ ആണ് മോസ്റ്റ് കോമൺ. ഏറ്റവും കൂടുതൽ കാണുന്നത് ശ്വാസകോശത്തിൻ്റെയും വായിൽ വരുന്ന ക്യാൻസർ. ഫീമെയിൽസിൽ ബ്രസ്റ്റും ഗർഭപാത്രത്തിൽ സെർവിക്കൽ ക്യാൻസറും ആയിരുന്നു മോസ്റ്റ് കോമൺ. അപ്പോൾ നമുക്ക് ഈ കണക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടി വരും. പക്ഷേ അതിനകത്തൊരു വലിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ലോകമെമ്പാടും 5.3 കോടി ആൾക്കാർ ക്യാൻസറിൻ്റെ ഒരു ഡയഗ്നോസിസ് കേട്ട് കഴിഞ്ഞിട്ടും അതിൻ്റെ ചികിത്സ എടുത്തിട്ട് ജീവനോടെ ഉണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു 5.3 കോടി ആൾക്കാർ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സുഖകരമായി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഡെവലപ്പായി, വളരെയധികം അഡ്വാൻസ്ഡായി. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്യാൻസറിൻ്റെ ചികിത്സ ഇപ്പം ലഭ്യമാണ്. അത് ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യണം. പിന്നെ ഈ ക്യാൻസറിൻ്റെ വേറെ നമ്മുടെ ലേഡീസിൽ വരുന്ന ക്യാൻസർ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബ്രസ്റ്റ്, സ്തനാർബുദത്തിൻ്റെ ക്യാൻസറാണ് ഒന്ന്. രണ്ടാമത് കോമൺ ആയിട്ട് വരുന്ന ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ സെർവിക്സ്, അവിടെ വരുന്ന ക്യാൻസറാണ്. അപ്പോൾ ഇതിന് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാപ്പ് സ്മിയർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. നിങ്ങൾ ഏത് ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഏത് ഓങ്കോളജി സെൻറ്ററിൽ പോയാലും അവർ ഒരു പാപ്പ് സ്മിയർ ചെയ്യാൻ പറയും. അത് തുടങ്ങുന്നത് 21-29 വയസ്സിൻ്റെ ഇടയിൽ ഈ പാപ്പ് സ്മിയർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്യാൻസർ വളരെ തുടക്കം, ഇതിൻ്റെ ചേഞ്ചസ് നമ്മുടെ ഗർഭപാത്രത്തിൽ വരുന്നുണ്ടോ, ഇതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഈ പാപ്പ് സ്മിയർ. അപ്പോൾ ക്യാൻസർ ആവണേറ്റ് മുമ്പ് തന്നെ നമുക്ക് ഈ പാപ്പ് സ്മിയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 21-29 വയസ്സിൻ്റെ ഇടയിലാണ് നമ്മൾ ചെയ്യുന്നത്. 25 തൊട്ട് ഒരു 29 വയസ്സ് വരെ ഈ പാപ്പ് സ്മിയറിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു HPV ടെസ്റ്റിംഗ്, അതൊരു വൈറസാണ്. ഈ വൈറസ് ക്യാൻസർ സെർവിക്സ് എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൻ്റെ ക്യാൻസർ കോസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു വൈറസാണ്. അപ്പോൾ ഈ HPV ടെസ്റ്റിങ്ങും കൂടി 25 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 30 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ സാധാരണ പാപ്പ് സ്മിയറും HPV ടെസ്റ്റിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് റെക്കമെൻഡേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്നത് 2 കാര്യങ്ങളാണ് സെർവിക്സ് ക്യാൻസറിൽ. ഒന്ന്, നിങ്ങൾ പാപ്പ് സ്മിയർ ചെയ്യുക. രണ്ടാമത്, ഇപ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരു വാക്സിൻ ഉണ്ട്. ആ വാക്സിനാണ് HPV വാക്സിൻ. ഈ വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഇതിൻ്റെ എതിരെയുള്ള ഒരു വാക്സിനാണ്. അത് ഈ ക്യാൻസർ കുറയ്ക്കാനായി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എല്ലാ പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ സെർവൈക്കൽ ക്യാൻസറിൽ എനിക്ക് പറയാനുണ്ടെങ്കിൽ, പാപ്പ് സ്മിയറും വാക്സിൻ പുതിയ വരുന്ന തലമുറയ്ക്ക് എടുക്കുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 2 പോയിന്റുകളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഡോക്ടർ പറയുന്നത്. അതേപോലെ നമ്മൾ പുരുഷന്മാരുടെ കേസിൽ വന്നപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഡോക്ടർ സൂചിപ്പിക്കേണ്ടായി അവരുടെ ഈ ഓറൽ കാവിറ്റി, അതുപോലെ ലങ് ക്യാൻസർ. അപ്പോൾ ഇത് രണ്ടും ആണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നു എന്നാണല്ലോ നമ്മൾ സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഓറൽ കാവിറ്റി ക്യാൻസറിലേക്ക് വരികയാണെങ്കിൽ, ഇതിൻ്റെ സ്ക്രീനിങ്ങും ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ അത് എന്തുകൊണ്ടായിരിക്കാം വരുന്നത്, അത് പുരുഷന്മാരിൽ മാത്രം കൂടുതൽ വരാനുള്ള ഒരു കാരണത്തിലേക്ക് കൂടി ഒന്ന് പോയിട്ട് നമുക്കതിൻ്റെ സ്ക്രീനിങ്ങിലേക്ക് പോകാൻ തോന്നുന്നു എനിക്ക്. ഓറൽ കാവിറ്റി, ലങ് ക്യാൻസറൊക്കെ നമ്മൾ പുരുഷന്മാരുടെ ഇടയിൽ കാണുമ്പോൾ അതൊരു വളരെയധികം ഒരു ഭൂരിഭാഗം ആൾക്കാരും അതിനകത്ത് സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അത് പുകയില ഉപയോഗിക്കുന്നത് അവർ വായിൽ വെക്കുന്നതും
അത് സ്മോക്ക് ചെയ്യുന്ന രീതിയിലും പല രീതിയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ നാട്ടുകാർക്ക് ഇത് അറിയാണ്ടൊന്നുമല്ല. സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കും, പുകയില ക്യാൻസർ ഉണ്ടാക്കും എന്ന് നമ്മളെല്ലാ സിനിമാ തിയേറ്ററിലും നമ്മൾ വായിക്കുന്നത്, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുന്നതാണ്. പക്ഷെ എന്നാലും സ്മോക്കിങ്ങിൻ്റെ അളവ് നമ്മുടെ എത്രമാത്രം കുറയ്ക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. അതിനെ പറ്റിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അത് കുറയ്ക്കാതെ രക്ഷയില്ല എന്ന് 100% കറക്റ്റാണ്. അപ്പോൾ ഈ സ്മോക്കിങ്ങും പുകയിലും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ മദ്യപാനം ഉണ്ടെങ്കിൽ ക്യാൻസറുകൾ, വായേൻ്റെ ഉള്ളിൽ വരുന്ന ക്യാൻസറുകൾ, ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസറുകൾ, അന്നനാളത്തിൽ വരുന്ന ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ, പാൻക്രിയാസിൽ വരുന്ന ക്യാൻസർ, നമ്മുടെ ആമാശയത്തിൽ വരുന്ന ക്യാൻസർ. അപ്പം ഈ സ്മോക്കിംഗ് കാരണം കൊണ്ട് ശരീരത്തിൽ മിക്ക ഭാഗങ്ങളിലും ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മദ്യപാനം കാരണം കൊണ്ട് എല്ലാവർക്കും അറിയാം ലിവർ ക്യാൻസറും വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ലിവർ ക്യാൻസറിൻ്റെ വേറൊരു കാരണമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി. അതൊരു വാക്സിൻ എടുക്കണം നമ്മളെല്ലാവരും. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്താൽ ഈ വൈറസ് നമ്മളെ ബാധിക്കില്ല. നമുക്ക് ക്രോണിക് ആയിട്ട് അല്ലെങ്കിൽ അതൊരു ദീർഘകാലമായിട്ടുള്ള ഒരു ഇൻഫെക്ഷനായിട്ട് ലിവറിൽ നിൽക്കില്ല. ദീർഘകാലമായിട്ട് ഒരു ഇൻഫെക്ഷനായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി നമ്മുടെ ലിവറിൽ നിന്നാൽ ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ അല്ലെങ്കിൽ ലിവറിൻ്റെ ക്യാൻസർ വരാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് 2 വാക്സിൻ ഞാൻ എപ്പോഴും പറയാറ്, ഹെപ്പറ്റൈറ്റിസ് ബീൻ്റെ വാക്സിനും HPV വാക്സിനും. ഇത് രണ്ടും യൂഷ്വലി പിള്ളേർക്ക് എടുക്കുന്ന വാക്സിൻ അല്ലാതെ ഇത് രണ്ടും കൂടി എടുക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സ്മോക്കിംഗ് നിർത്തണം, മദ്യപാനം നിർത്തണം. ഈ സ്മോക്കിങ്ങും മദ്യപാനവും നമുക്ക് നിർത്താൻ എല്ലാവരുടെ അടുത്തും പറയാൻ വളരെ സിമ്പിളാണ്. പക്ഷേ അതിനുവേണ്ടി നല്ല വിൽ പവർ, നമുക്ക് നല്ല മനഃശക്തി വേണം ഇത് നിർത്താനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കാനായിട്ട് ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. അത് കൃത്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് അവരത് നിർത്താൻ സഹായിക്കുന്ന സെൻ്ററുകളാണ്. സ്മോക്കിംഗ് നിർത്താനൊന്നും ഒരു പ്രത്യേക സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നാളെ നിർത്താം അല്ലെങ്കിൽ അടുത്ത മാസം നിർത്താനൊന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല. നിർത്തേണ്ടത് ഇതേ സെക്കൻഡ്. ഈ ടോക്ക് കേട്ട് നിങ്ങളൊരു സ്മോക്കർ ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നിർത്തേണ്ടതാണ്. ബിക്കോസ് നിങ്ങളുടെ നിർത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ആയുസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുമല്ലോ. ഇതിൽ ഡോക്ടർ, ഇപ്പോൾ പുതിയ തലമുറയുടെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, സ്മോക്കിംഗ് തന്നെയാണെങ്കിലും അതിൻ്റെ ഫോം മാറിയിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വെയ്പ്പ് പോലെയുള്ള, അതിൽ പുകയില്ല, പുകയിലയുടെ മണമില്ല, അങ്ങനെയുള്ള രീതിയിൽ, എന്നാലോ ഇതിൻ്റെ എല്ലാം സത്ത് വെച്ച് ഉപയോഗിക്കുന്ന വെയ്പ്പ് പോലെയുള്ള സ്മോക്കിംഗ് ഗാഡ്ജറ്റ്സിലേക്കൊക്കെ പുതിയ തലമുറ മാറുന്നതായിട്ടൊരു ട്രെൻഡ് സംഭവിക്കുന്നുണ്ട് അല്ലേ? അത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ബിക്കോസ് ഇപ്പം ഇലക്ട്രോണിക് സിഗരറ്റുകൾ ആണ് ഒരു ട്രെൻഡും. അത് വളരെയധികം ഹെൽത്തിയാണ്, സ്മോക്കിങ്ങിൻ്റെ അത്ര സൈഡ് എഫക്റ്റുകളില്ല എന്നുള്ളൊരു പ്രചരണമുണ്ട്. അത് വളരെ വളരെ തെറ്റായ ധാരണയാണ്. ഈ സിഗരറ്റുകളും വെയ്പ്പിങ്ങും ഓൾട്ടർനേറ്റീവ് ടു സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ അഡ്വർടൈസ് ചെയ്തേക്കാണ്. ഈ അഡ്വർടൈസ്മെൻറ്റിൽ വളരെ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർ വരെ അതിൻ്റെ അടിമകളായേക്കാണ്. ബിക്കോസ് അവർ വിചാരിക്കുന്നത് ഇത് ചെയ്താൽ ആ സ്മോക്കിങ്ങിൻ്റെ എഫക്റ്റ് ഇല്ല. ആക്ച്വലി ഈ സിഗരറ്റും വെയ്പ്പിംഗ് ഒക്കെ വളരെ പ്രശ്നക്കാരനായ ഒരു ഹാബിറ്റാണ്. ഞാൻ 2 പ്രശ്നങ്ങളാണ് പറയുന്നത്. ഈ സിഗരറ്റും വെയ്പ്പിംഗ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വിചാരിക്കും ഇത് വളരെ പ്രശ്നക്കാരനല്ലാത്ത സാധനമാണ്. അപ്പം നമ്മൾ അറിയാതെ തന്നെ ഇത് വളരെയധികം ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ചിലവർക്ക് വളരെ സീരിയസ് ലങ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ശ്വാസകോശം കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പോകുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഈ സിഗരറ്റുകൾ ഉപയോഗിച്ചിട്ട്. അവർക്ക് തന്നെ ലങ് ട്രാൻസ്പ്ലാന്റ് വരെ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ബിക്കോസ് ഈ സിഗരറ്റ് കാരണം കൊണ്ട്, അക്യൂട്ട് ലങ് ഇഞ്ചുറി കാരണം കൊണ്ട്. രണ്ടാമത്, ഈ സിഗരറ്റിൽ നിക്കോട്ടിനും പല കെമിക്കൽസും ഉണ്ട്. ഈ കെമിക്കൽസിൻ്റെ ഒന്നും എഫക്റ്റുകൾ എന്താണെന്ന് പഠനങ്ങൾ ഇതുവരെ ഔട്ടായിട്ടില്ല. ഒരു 5-10 വർഷം കൊണ്ട് ഇതിൻ്റെ എഫക്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കും. ഒന്നും ഈ നാച്ചുറൽ സബ്സ്റ്റൻസസ് അല്ല, ഇതെല്ലാം പ്രശ്നക്കാരനാവുമെന്ന് നമുക്ക് സമയം കൊണ്ട് നമുക്ക് തെളിയിക്കും. പക്ഷെ നമ്മൾ ഇതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്താൽ അവസാനം ഈ ഉപയോഗിച്ച ആൾക്കാർ, ഈ ഉപയോഗിച്ച പിള്ളേരും, ഈ ഉപയോഗിച്ച ഇൻഡിവിജ്വൽസ് എല്ലാവരും വൻ പ്രശ്നത്തിൽ തന്നെ ചാടും. ഈ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻഫെക്ഷ്യസ് സ്വഭാവത്തെക്കുറിച്ചൊക്കെ പലരുടെ മനസ്സിലും പലതരം സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടിങ് റൂമിലും ഇതുപോലെ സംശയങ്ങളുമായി ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. ഡോക്ടർ പലരുടെയും സംശയം ദൂരീകരിച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് അതിൻ്റെ ഒരു ഇൻഫെക്ഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ചൊക്കെയുള്ള എന്താണ് ഡോക്ടറുടെ ഒരു കമൻറ്റ്? നമ്മുടെ അടുത്ത് OPയിൽ പല തവണ ആൾക്കാർ വളരെ പേടി ആയിട്ടാണ് ഒരു ക്യാൻസർ ഡയഗ്നോസിസ് ആയിട്ട് വരുമ്പം. അത് ക്യാൻസറിന് ഇപ്പോഴും ഒരു സ്റ്റിഗ്മയുണ്ട്. എല്ലാവർക്കും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതൊരു പേടിയാണ്. നാട്ടുകാരുടെ ഇടയിൽ അത് അറിയരുത്, അത് ഒളിപ്പിച്ച് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന
ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ക്യാൻസർ ഒരു ആരുടെയും കുറ്റം കൊണ്ട് നിങ്ങൾക്ക് വന്നതല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കും ഒ പിയിൽ വരുമ്പോൾ, ഡോക്ടറെ ഞാൻ എന്ത് ചെയ്തു? ബിക്കോസ് അവർക്ക് ചിലപ്പം ഒരു ഹാബിറ്റുകളും ഉണ്ടാവില്ല, സ്മോക്കിംഗ് ഇല്ല, ആൽക്കഹോൾ ഇല്ല, പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്നു? അവർക്ക് വളരെയധികം അതൊരു കുറ്റബോധമായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ആ രോഗിയുടെ ചുറ്റുമില്ല കുടുംബം ആണ് അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കേണ്ടത്. രോഗിയുടെ ചുറ്റുമുള്ള കുടുംബം കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയാണ്, സമൂഹമാണ്. അപ്പോൾ സമൂഹമാണ് മാറേണ്ടത്. സമൂഹത്തിൽ ക്യാൻസർ രോഗി, അമ്മ ക്യാൻസർ രോഗിയാണെങ്കിൽ അമ്മയുടെ ഇപ്പോൾ മോളിനെ കല്യാണം കഴിക്കാൻ ആൾക്കാർക്ക് വളരെയധികം മാനസിക പ്രയാസം വരും. അതൊക്കെ നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന വിഷയങ്ങളാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്യാൻസർ വരാം, ആർക്ക് വേണമെങ്കിലും ക്യാൻസർ വരാം. അപ്പം ആ സമയത്ത് ഇവരെ മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഈ ക്യാൻസർ വന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊക്കെ വാശി പിടിക്കുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. അപ്പോൾ ഒന്നാമത് ക്യാൻസറിന് ഒരു ഡിസീസാണ്. പ്രഷറും ഷുഗറും പോലെ തന്നെ ആൾക്കാർക്ക് ക്യാൻസറും വരാം. നല്ല രീതിയിൽ ചികിത്സിച്ച് ഫുള്ളായിട്ട് ഭേദമാക്കാം. ക്യാൻസർ വരുന്നത് ആരുടെയും കുറ്റമല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ക്യാൻസർ ഒട്ടും ഇൻഫെക്ഷസ് അല്ല. ഒരാൾക്കിപ്പം ആമാശയത്തിൽ ക്യാൻസർ വന്നു, അല്ലെങ്കിൽ വൈറൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ വായയിൽ ക്യാൻസർ വന്നു. ചിലർ നമ്മളടുത്ത് ചോദിക്കും, ഈ ക്യാൻസർ ഇവർ അടുത്ത് വേറെ പിള്ളേരായിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലത്തെ വേറെ ആൾക്കാരായിട്ടോ ഇടപെട്ടാൽ എന്തെങ്കിലും ഇവർക്ക് ക്യാൻസർ വരുമോ എന്നൊരു ചോദ്യം വരും. അപ്പം ക്യാൻസർ തീർത്തും ഇൻഫെക്ഷസ് അല്ല. ഇവർക്ക് നമ്മൾ മാക്സിമം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സപ്പോർട്ട് ഇവർക്ക് കൊടുക്കണം. മാക്സിമം സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയമാണ് ക്യാൻസറിൻ്റെ ചികിത്സ. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ ഒട്ടും ഇൻഫെക്ഷസ് അല്ല. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഇത് പടരില്ല, പനി പോലെയൊന്നുമല്ല. ക്യാൻസർ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ക്യാൻസർ ഒരു സ്റ്റിഗ്മയുണ്ട്. ഇപ്പം എല്ലാവർക്കും ക്യാൻസറിനോടൊരു പേടി, അത് മാറ്റി നമ്മൾ ഇത് മാറണം. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ഒരു തിങ്കിങ് മാറണം. ക്യാൻസർ വന്നാൽ അതൊരു വലിയ പ്രശ്നമാണ്, ആ കുടുംബത്തിന് എല്ലാവർക്കും ക്യാൻസർ വരും. ക്യാൻസർ ഓൾമോസ്റ്റ് ഭൂരിഭാഗവും ക്യാൻസർ വരുന്നത് ജനറ്റിക് അല്ലെങ്കിൽ ഫെമിലിയൽ അല്ലെങ്കിൽ ഹെറിഡിറ്ററി അല്ല. ഇത് ജനതികമല്ല. മെജോറിറ്റി ക്യാൻസറുകൾ ജനതികമല്ല. എല്ലാവരും അതിനകത്ത് ഇവർക്ക് ക്യാൻസർ വന്നു, ഇനി എല്ലാവർക്കും അവർക്ക് ക്യാൻസർ, അത് വളരെ വളരെ റെയറായിട്ടാണ്. ക്യാൻസർ വരുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളില്ല. ആ ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു ആളുടെ ഉള്ളിൽ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചാണ്. അത് ജനതികമല്ല എന്ന് വീണ്ടും എനിക്ക് ക്ലിയറായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നു. അതിനകത്ത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ജനതികമല്ലെങ്കിൽ കുടുംബപരമായി വരുന്നത്. അത് വളരെ ചെറിയ 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 ശതമാനമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബോധവൽക്കരണത്തിൻ്റെ നമ്മൾ തുടക്കം മുതലേ സൂചിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻസർ അവയർനെസ് മന്തൊക്കെ ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം ഇത് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്, ചികിത്സിച്ചാൽ ഭേദമാവുന്ന ഒരു രോഗമാണ്. അങ്ങനെയുള്ള ചില നല്ല വാർത്തകൾ, ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഭീതിയെ നമ്മുടെ സമൂഹത്തിൽ നിന്നും മനുഷ്യരുടെ മനസ്സിൽ നിന്നും അകറ്റാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇത്തരം സംഭാഷണങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ ഡോക്ടറെ പോലുള്ള ആൾക്കാരുമായി വന്നിട്ട് വരുന്ന ഈ ഒരു സംഭാഷണം നമ്മൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശ്യം. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് അത് ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. തീർച്ചയായും ഇപ്പോൾ ഡോക്ടർ പറയുന്ന വാക്കുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അത് വളരെ 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 വലുതായിട്ടുള്ള ഒരു ബോധ്യം കൂടിയാണ് ആ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരെ കുറച്ചും കൂടി പോസിറ്റീവ് ആക്കും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ നമ്മൾ ഈ ക്യാൻസറിൻ്റെ ഒരു കോമണായ ഒരു വകുപ്പുകളെക്കുറിച്ച്, കോമണായ രീതികളെക്കുറിച്ച് പറയുമ്പോൾ, ഈ നമ്മുടെ കോളോൺ, റെക്റ്റം, അതിലൊക്കെ വരുന്ന ക്യാൻസറുകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ പുതിയ ഓരോ പഠനങ്ങളും ലേഖനങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഡോക്ടറുടെ ആ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. കോളൻ ആൻഡ് റെക്റ്റത്തിൽ വരുന്ന ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയുമ്പം ഇന്ത്യയിൽ മൊത്തം ക്യാൻസർ മെയിൽസിലും ഫീമെയിൽസിലും, പെണ്ണുങ്ങളും ആണുങ്ങളുടെ ഇടയിലെടുത്ത അതൊരു തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് മോസ്റ്റ് കോമൺ ക്യാൻസറാണ്. കേരളത്തിൽ കോളൻ ആൻഡ് റെക്റ്റം ക്യാൻസർ വളരെയധികം കാണുന്നുണ്ട്. അത് പ്രായം കുറഞ്ഞ് 40 വയസ്സിൻ്റെ താഴെയില്ല ആൾക്കാരുടെ ഇടയിൽ ഈ കോളൻ ആൻഡ് റെക്റ്റം ക്യാൻസർ, കുടലും മലാശയത്തിൽ വരുന്ന ക്യാൻസറുകൾ നമ്മൾ കൂടുതൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാരണം നമുക്കിപ്പോൾ ഒരു കൃത്യമായിട്ട് നമുക്ക് ഇതാണ് കാരണം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. കേരളത്തിൽ റെഡ് മീറ്റ് കൺസംപ്ഷൻ വളരെ കൂടുതലാണ്, സൗത്ത് ഇന്ത്യയിൽ മൊത്തം, അതിനകത്ത് കേരളത്തിൽ മൊത്തം. ഈ റെഡ് മീറ്റ് കൺസംപ്ഷൻ കൂടുതലായതുകൊണ്ടും നമ്മളുടെ റിഫൈൻഡ് ഷുഗർസ് കഴിക്കുന്നതും പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതൊക്കെ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കൂടുതലാണ്. 50 വർഷം മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതശൈലി ഡിഫറെൻ്റ് ആണ്.
ഇപ്പം നമ്മളുടെ ജീവിതശൈലി 50 വർഷം കഴിഞ്ഞിട്ടുള്ള ജീവിതശൈലിയും ഡിഫറൻ്റ് ആണ്. പല സോഫ്റ്റ് ഡ്രിങ്കുകൾ വളരെ അമിതമായി കഴിക്കുന്നു. അതുമാത്രമല്ല നമ്മുടെ ഫുഡ് ഹാബിറ്റുകൾ വളരെയായിട്ട് കംപ്ലീറ്റ് ഫാസ്റ്റ് ഫുഡുകൾ നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കാം നമ്മുടെ സമൂഹത്തിൽ ഈ കോളനും റെക്ടൽ ക്യാൻസറും വളരെ കൂടുതലായിട്ട് വരുന്നത്. എനിക്കിപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് കോളൻ ആൻഡ് റെക്ടൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സിമ്പിൾ സ്ക്രീനിങ് ടെസ്റ്റ് അല്ലോ, ഒരു 50 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഒരു കൊളനോസ്കോപ്പി ചെയ്യണം. കൊളനോസ്കോപ്പി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റിൻ്റെ പ്രൊസീജിയറല്ലോ. ഒരു ക്യാമറ നമ്മൾ മലദ്വാരത്തിൽക്കൂടെ നമ്മൾ കിടത്തി ആ ഫുൾ കുടൽ നമ്മൾ നോക്കുന്നതാണ്. അതൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ് ചെയ്യുന്നത്. ഈ ഒരു സിമ്പിൾ ടെസ്റ്റ് ചെയ്താൽ വളരെ തുടക്ക സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്യാൻസർ യൂഷ്വലി ഒരു മുഴയായിട്ടാണ് തുടങ്ങുക, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജിനെയാണ് നമ്മളിപ്പം കുടൽ അല്ലെങ്കിൽ മലദ്വാരത്തിൽ വരുന്ന ക്യാൻസറിൻ്റെ കാര്യങ്ങൾ പോളിപ്പുകളായിട്ടാണ് തുടങ്ങുക. ഈ പോളിപ്പ് വളരെ ചെറിയൊരു മുഴയാണ്. ഈ പോളിപ്പാണ് കുറച്ച് സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു 5-10 വർഷം കൊണ്ട് ക്യാൻസറായി മാറുന്നത്. അപ്പോൾ സാധാരണ ഈ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് നമ്മൾ ഈ കൊളനോസ്കോപ്പി ചെയ്ത് എന്തെങ്കിലും പോളിപ്പുണ്ടെങ്കിൽ ആ കൊളനോസ്കോപ്പി വഴി തന്നെ നമുക്ക് അപ്പം തന്നെ ഇത് എടുത്ത് മാറ്റാം. ഇത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ 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 കുറയാണ്. അപ്പോൾ കൊളനോസ്കോപ്പി കാരണം കൊണ്ട് മാത്രം നമുക്ക് കോളോറെക്ടൽ ക്യാൻസർ വളരെയധികം കുറയ്ക്കാൻ പറ്റും. ചുരുക്കി പറയാനെന്ന് വെച്ചാൽ ബ്രസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സ്ക്രീനിങ് മാമോഗ്രാം എന്ന് പറഞ്ഞ സ്കാൻ എടുക്കുക. അതൊരു 45-50 വയസ്സിൽ. കോളൻ അല്ലെങ്കിൽ കുടൽ സംബന്ധമായ ക്യാൻസറുകൾക്ക് കൊളനോസ്കോപ്പി 50 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യുക. സർവൈക്കൽ ക്യാൻസറിന് ഞാൻ പറയാമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു പാപ്പ് സ്മിയർ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ HPV ടെസ്റ്റിംഗ് ചെയ്യുക. 2 വാക്സിനാണ് എടുക്കേണ്ടത്, HPV വാക്സിനും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും. പിന്നെ അതിൻ്റെ കൂടെ വേറെ പല ക്യാൻസറുകളുമുണ്ട്, പക്ഷെ മെയിനായിട്ടുള്ള ക്യാൻസറുകൾ ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോസ് ഓഫ് വെയ്റ്റ്, പെട്ടെന്ന് നിങ്ങൾക്ക് വെയിറ്റ് അങ്ങോട്ട് കുറയുക, ഒരു 10 കിലോ അല്ലെങ്കിൽ ഒരു 15 കിലോ നിങ്ങൾക്കൊരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ കുറയുക, വിശപ്പില്ലായ്മ ഒരു 3-4 മാസം ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്കൊരു കുറച്ച് ജാഗ്രത വേണ്ടത്. പേടിയേക്കാളും കൂടുതൽ നിങ്ങളെപ്പോഴും അലേർട്ടാവണം. അതാണ് ഇമ്പോർട്ടൻറ്റ് ഈ ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിൻ്റെ കാര്യത്തിൽ. വായൻ്റെ ഉള്ളിൽ ഉണങ്ങാത്തൊരു മുറിവ് ഒരു 1 മാസം 2 മാസം അങ്ങനെയൊക്കെ ഇരിക്കുക. സിഗരറ്റ് വലിയ ഇല്ല ഒരാൾക്ക് ഉണങ്ങാത്ത മുറിവ് വായിൽ വരിക. അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങളൊരു ഓങ്കോളജിസ്റ്റിനെയോ ഒരു സർജനെയോ അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുകളെയോ പോയി കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. അപ്പോൾ ഇതൊരു സർജിക്കൽ കറക്ഷൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്, ചികിത്സയുടെ ഭാഗമാണ് സർജറി, അതേപോലെ തന്നെ കീമോതെറാപ്പി. ഇത് രണ്ടും ഇപ്പോൾ ഡോക്ടറുടെയൊക്കെ കരിയർ തുടങ്ങുന്നത് മുതൽ ഇപ്പോൾ ഇവിടെ എത്തുന്നത് വരെയുള്ള ഒരു കുറഞ്ഞ പീരീഡിലായാൽ പോലും വലിയ വലിയ മാറ്റങ്ങൾ ലോകമെങ്ങും, അതുപോലെ നമ്മുടെ ഏറ്റവും ആധുനിക ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ചികിത്സാ പദ്ധതിയെ കുറിച്ചുകൂടി ഒരു സാമാന്യന ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കീമോതെറാപ്പിയെക്കുറിച്ചും അതിൻ്റെ സർജിക്കൽ പാർട്ടിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. നമ്മുടെ 50 വർഷം മുമ്പ് എന്തായിരുന്നു ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് വെച്ചാൽ അതിൻ്റെ സീൻ ഇപ്പം വളരെയധികം മാറിയിരിക്കുന്നു. ഇപ്പം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം അഡ്വാൻസ്ഡും പുതിയ ടെക്നോളജിയും നമ്മൾ അതിൻ്റെ പഠനങ്ങൾ അത്രയും പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് 50 വർഷം മുമ്പ് എങ്ങനെയാണ് നമ്മൾ ചികിത്സിച്ചതെന്ന് വെച്ചാൽ ആള് ആകെ അവശനാവും, കീമോ എടുത്താൽ സർജറി കാരണം കൊണ്ട് ആൾ ഭയങ്കര വീക്കാവും. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളായിരുന്നു തുടക്കത്തിൽ. ആ ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ രോഗികൾക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം ആയിട്ട് ആൾക്കാർക്ക് ഭയങ്കര പേടി വന്നു. ഇതൊക്കെ ഞാൻ 50 വർഷം മുമ്പുള്ള കാര്യം പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് രോഗിക്ക് ബുദ്ധിമുട്ട് മാക്സിമം കുറയ്ക്കുക, അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി മാക്സിമം കൂട്ടുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ കീമോതെറാപ്പിയും സർജറിയൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജികൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സൈഡ് എഫക്റ്റുകൾ കുറഞ്ഞ കീമോതെറാപ്പി എടുക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന കോമൺ ക്യാൻസറാണ്, ഈ മുടി കൊഴിച്ചിൽ നടക്കുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ മുടി കൊഴിച്ചിൽ വരുമ്പോൾ അതൊരു സൈഡ് എഫക്റ്റാണ്. പക്ഷേ അതൊരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ മാനസിക ബുദ്ധിമുട്ടാണ്. പക്ഷേ കീമോതെറാപ്പി ചില എഫക്റ്റീവായിട്ടുള്ള കീമോതെറാപ്പിക്ക് ഈ ചെറിയ ചെറിയ സൈഡ് എഫക്റ്റുകൾ നമ്മൾ അത് ഉൾക്കൊള്ളാതെ നമുക്ക് വേറെ വഴിയില്ല. അത് ആക്സെപ്റ്റ് ചെയ്യണം രോഗി.
പക്ഷേ ഛർദി, ക്ഷീണം, കൗണ്ട് കുറയുമ്പം എന്താ ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കൗണ്ട് കുറഞ്ഞ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ്. സർജറി തന്നെയാണെങ്കിൽ മുമ്പ് നമ്മൾ വളരെ വലിയ സർജറികൾ ചെയ്ത് അസുഖത്തിൻ്റെ വേരിൽ നിന്ന് പിരിച്ചെടുക്കാമെന്നൊക്കെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം സർജറി വളരെ ചെറുതാണ്. പണ്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസിൽ ഫുൾ ബ്രസ്റ്റ് എടുത്ത് മാറ്റുന്ന കേസിൽ ഇപ്പോൾ ജസ്റ്റ് ആ മുഴ മാത്രം എടുത്ത് മാറ്റുന്ന ഒരു ലെവലിലെത്തിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ റേഡിയേഷനും കൂടി കൊടുക്കുമ്പോൾ ഈ ഫുൾ ബ്രസ്റ്റ് എടുക്കുന്നതും നമ്മൾ മുഴ മാത്രം എടുക്കുന്നതും ഓൾമോസ്റ്റ് ഈക്വലാണ്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ക്യാൻസർ ചികിത്സ ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് രോഗികൾക്ക് കൊടുക്കാൻ പറ്റി. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ലൈഫ് പ്രൊലോങ് ചെയ്യാനും നല്ല രീതിയിൽ ക്യൂർ ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ക്യാൻസർ അവെയർനെസ് മന്ത് ഡേ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു ക്യാൻസറിനെ കുറിച്ചുള്ളൊരു അവബോധം നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്ന ഒരു സമയത്ത് അതിന് പറ്റിയ ചില കാര്യങ്ങൾ അവർക്ക് അവരുടെ ഒരു കാഴ്ചയെ കുറേ കൂടെ വിസ്തൃതമാക്കുകയും കുറേ കൂടെ ആശ്വാസം നൽകുകയും ചെയ്യുന്ന, അതാണ് ഒരു രോഗമെന്ന നിലയിൽ ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാം. ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അഷ്വർ ചെയ്യുന്ന ചികിത്സാ പദ്ധതികൾ ഇപ്പോൾ ഉണ്ട്. ഈ ഡോക്ടർ പറഞ്ഞ മാതിരി ഏർലി ഡിറ്റക്ഷൻ ആണെങ്കിൽ 100% ക്യൂർ തന്നെ സാധ്യമായ വിധം ക്യാൻസർ ചികിത്സ മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള നല്ല വാർത്തകൾ ക്യാൻസറിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളുമാണ് ഡോക്ടർ ഈ സ്റ്റുഡിയോയിൽ ഞങ്ങളോടൊപ്പം പങ്കുവച്ചത്. ഞങ്ങളുടെ ആരോഗ്യവാണി കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായും ഒരു സമൂഹത്തിന് അത് ഈ ചികിത്സയോടുള്ള ഒരു അയിത്തം മാറ്റാനും ഈ ഒരു രോഗത്തെ ഭയാശങ്കകളോടെ കാണുന്ന ആ ഒരു നിലപാടിൽ നിന്ന് മാറാനൊക്കെ അവരെ ഉറപ്പായിട്ടും സഹായിക്കും. അതിന് സഹായിച്ച ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും മറ്റൊരവസരത്തിൽ കൂടുതൽ വിശദമായ ചർച്ചകളുമായി നമുക്ക് ഈ സംഭാഷണം തുടരാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. നേരത്തെ കണ്ടെത്താം, ക്യാൻസറിനെ തടയാം. ക്യാൻസർ എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം എന്നതിനെക്കുറിച്ച് MVR ക്യാൻസർ സെന്ററിലെ ഓൺകോളജിക്കൽ സർജൻ ഡോക്ടർ ജോൺ ജെ ആലപ്പാട്ടുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. ആരോഗ്യവാണി